കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാതെ കൊച്ചി കപ്പൽശാല നിർമ്മിച്ച ബോട്ടുകൾ യുപിയിലേക്ക് കൊണ്ടുപോയ സംഭവം വിവാദമാകുന്നു. ഡിസംബർ പകുതിയോടെ കൂടുതൽ ബോട്ടുകൾ വാട്ടർ മെട്രോയ്ക്ക് കൈമാറുമെന്നായിരുന്നു കപ്പൽശാല അറിയിച്ചിരുന്നത്. എന്നാൽ ആ വാക്ക് പാലിച്ചില്ലെന്ന് മാത്രമല്ല, നിർമ്മാണം പൂർത്തിയാക്കിയ 2 ബോട്ടുകൾ അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കൊണ്ടുപോകുകയും ചെയ്തു. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച 2 വൈദ്യുത ബോട്ടുകളാണ് അയോധ്യയിലേക്കും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലേക്കും കൊണ്ടുപോയത്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സരയൂ നദിയിലൂടെ സർവീസ് തുടങ്ങാനാണ് പദ്ധതി. കൊച്ചി കപ്പൽശാലയാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി ബോട്ടുകൾ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 12 ബോട്ടുകൾ കൈമാറിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 11 ബോട്ടുകളാണ് നിർമ്മിച്ച് നൽകുന്നത്. ഡിസംബർ പകുതിയോടെ ബോട്ടുകൾ കൈമാറുമെന്നാണ് കപ്പൽശാല അറിയിച്ചിരുന്നത്. എന്നാൽ ആ വാക്ക് പാലിക്കാതിരുന്ന കപ്പൽശാല ഇതേ മാതൃകയിൽ നിർമ്മിച്ച 2 ബോട്ടുകൾ യുപിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് വിവാദമായതോടെ വിശദീകരണവുമായി കപ്പൽശാല ചെയർമാൻ രംഗത്തെത്തി. കപ്പൽശാലയുടെ കൊൽക്കത്ത ഹുഗ്ലിയിലെ ഉപകമ്പനിയിൽ ലഭിച്ച കരാർ പ്രകാരം നിർമ്മിച്ച ബോട്ടുകളാണ് കൊണ്ടുപോയതെന്ന് കപ്പൽശാല ചെയർമാൻ മധു എസ് നായർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പല പ്രോജക്ട്സും മൂവ് ചെയ്യുന്നത് പാരലൽ പ്രോജക്ട്സ് ആണ്. ഡിഫറെൻറ്റ് പ്രൈസിങ് ലെവലാണ്, ഡിഫറെൻറ്റ് കോൺട്രാക്റ്റിംഗ് ലെവലാണ്. അപ്പോൾ ഇതിനകത്തുള്ള വെസൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഡിസംബറിൽ 3 വെസൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഈ സ്ലിപ്പായിരിക്കുന്നത് ബേസിക്കലി. അപ്പോൾ അത് 2 പ്രോജക്റ്റ് പാരലലി മൂവ് ചെയ്തു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ബോട്ടുകൾ ഡിസംബർ പകുതിയോടെ യുപിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും ഇക്കാര്യം കപ്പൽശാല പരസ്യമാക്കിയിരുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമില്ലാതെ യാഥാർത്ഥ്യമാക്കിയ രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോ അധിക ബോട്ടുകൾ ലഭിക്കുന്നതോടെ കൂടുതലിടങ്ങളിലേക്ക് സർവീസ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടെയാണ് 2 ബോട്ടുകൾ യുപിയിലേക്ക് കൊണ്ടുപോയത്. കൈരളി ന്യൂസ്, കൊച്ചി.